നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്കുകളിലെത്തിയാണ് ഈ 6 അംഗ സംഘം പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഈ ബെയ്സാരൻ വാലിയിലെത്തിയ അവിടെ താഴ്വരയിലെത്തിയ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മനോഹരമായ പ്രദേശത്തെത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആക്രമിച്ചിരിക്കുന്നത്. NIA സംഘം ഇപ്പോൾ പഹൽഗാമിൽ പരിശോധന നടത്തുകയാണ്. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് ഇപ്പോൾ യാത്രക്കാരെ കടത്തിവിടുന്നില്ല. അവിടെയാണ് പഹൽഗാം താഴ്വരയിൽ ഇപ്പോൾ അത് തടയുന്ന ആ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനുണ്ട്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാം. മിലിറ്ററി വാഹനങ്ങൾ ആ സ്ഥലത്തൂടി പോകുന്നതിന് ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം കാണുന്നത് പഹൽഗാം താഴ്വരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം നോബൽ മാരിക്കാരനും സംഘവും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നോബൽ, കൂടുതൽ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ആണ് നടക്കുന്നത് അല്ലേ? കൂടുതൽ സൈനിക വാഹനങ്ങൾ പഹൽഗാമിലേക്ക് പോവുകയാണോ? അരുൺ, തീർച്ചയായും കൂടുതൽ സൈനിക വാഹനങ്ങൾ പഹൽഗാമിലേക്ക് പോകുന്നുണ്ട്. അത് മാത്രമല്ല, സൈനിക വാഹനങ്ങളുടെ അകമ്പടിയോടെ ടൂറിസ്റ്റുകൾ പഹൽഗാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളാണ്. അവർ ടൂറിസ്റ്റ് വാഹനങ്ങളിൽ സൈനിക അകമ്പടിയോടെ പഹൽഗാമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഹനങ്ങളെല്ലാം ഏറെക്കുറെ, പ്രത്യേകിച്ച് ഇതൊരു അതിർത്തി പോയിന്റ് ആയിട്ടാണ് ഈ പ്രദേശത്തെ സൈന്യം എന്താണെങ്കിലും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്ന് അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അതേസമയം അവിടെ നിന്ന് ഉള്ള ആളുകളെ മടക്കി ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകൾ അവരുടെ വാഹനങ്ങളിൽ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പുതിയതായ ആളുകളെ അങ്ങോട്ട് മടക്കി അയക്കാതെ ഉള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ സുരക്ഷയാണ് ഇപ്പോൾ പഹൽഗാം അടക്കമുള്ള पहलगाम से आ गया? हाँ, पहलगाम से आ गए। कल उधर था आप लोग? हाँ, कल भी हम उधर ही थे। वो देखा वो सब? हाँ, देखा नहीं, पर हम बच गए। हम लोग नीचे थे और ये सब ऊपर हुआ। हम जाने वाले थे पर नहीं गए। आदमियों को आप देखेंगे पहले? हाँ हाँ, अभी कैसा है? अभी उधर अच्छा है। कौन सा रिव्यूज? എന്തായാലും നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണ് എന്നാണ് അവർ മടങ്ങിയെത്തുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ ഇവരൊക്കെ ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ ആളുകളൊക്കെയാണ് ഇപ്പോൾ എന്താണെങ്കിൽ അവിടെ നിന്ന് ടൂറിസ്റ്റുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അല്പം മുമ്പ് പോയ സൈനിക വാഹനത്തിൻ്റെ അകമ്പടിയോടെ വരുന്ന വലിയ ടൂറിസ്റ്റ് സംഘമാണ് ഇത്. ഈ ടൂറിസ്റ്റ് സംഘങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ഒഡീഷയിൽ നിന്ന് എത്തിയവരും അതോടൊപ്പം തന്നെ അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിയ മലയാളികളടക്കം ഉണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ നിർത്താനുള്ള ഒരു അനുമതി എന്താണെങ്കിലും സൈന്യം നൽകുന്നില്ല. എത്രയും വേഗം വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്ന നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ വാഹനങ്ങളുടെ ഒരു നിര തന്നെ എന്താണെങ്കിലും ഇങ്ങോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം ഇന്നലെ അവിടെ ഈ സംഘർഷം ഉണ്ടായപ്പോൾ പലരും ഹോട്ടലുകളിൽ നിന്നടക്കം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു. ആ ആളുകളെയൊക്കെ ഇപ്പോൾ പ്രത്യേക സൈനിക വാഹനത്തിന് അകമ്പടിയോടെ എത്രയും വേഗം അവിടെ നിന്ന് മടക്കി എത്തിക്കുകയാണ്. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം കൂടി ഇതിൽ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സൈനിക വാഹനത്തിൻ്റെ അകമ്പടിയോടെ ആളുകളെ ഇങ്ങോട്ട് എന്താണെങ്കിലും മടക്കി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുട്ടികളടക്കമുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ട്. പലരും ഇന്നലെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി, അതോ വലിയ തരത്തിലുള്ള ആകാംക്ഷ, അത്തരത്തിൽ വലിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത്തരത്തിൽ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആശങ്കയെല്ലാം അവസാനിപ്പിച്ച് ഇന്നിപ്പോൾ എത്രയും വേഗം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച സൈനിക വാഹനത്തിൻ്റെ മുൻവശമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പോൾ ഏറ്റവും പിന്നിലുള്ള എസ്കോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈനിക വാഹനങ്ങൾ ഈ പറഞ്ഞ ടൂറിസ്റ്റുകൾക്ക് മുഴുവൻ അകമ്പടിയായി പഹൽഗാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. കാരണം യാത്രാമധ്യയിലടക്കം ഒരു തരത്തിലുമുള്ള മറ്റ് പ്രതിസന്ധികൾ ഉണ്ടാകരുത്, അതിനുവേണ്ട സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സൈനിക വാഹനങ്ങൾ എന്താണെങ്കിലും പഹൽഗാമിൽ നിന്ന് ഈ ടൂറിസ്റ്റുകളെയുമായി കൊണ്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ